കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവൻ ഒടുക്കിയ സംഭവത്തിൽ കുടുംബം പരാതി നൽകി. കമ്മീഷണർ ഓഫീസിലെത്തിയാണ് പരാതി നൽകിയത്. യുവതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്നാവശ്യപ്പെട്ടാണ് പരാതി. ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് ആരോപിച്ച് അരീക്കാട് സ്വദേശിയായ യുവതി വീഡിയോ പ്രചരിപ്പിച്ചതിന് പിന്നാലെയാണ് യുവാവ് ജീവൻ ഒടുക്കിയത്. കമ്മീഷണർ പറഞ്ഞു വേണ്ട എല്ലാ നടപടിയും എടുക്കാൻ സ്വീകരിക്കാന്നുള്ള പറയണേ. ഇപ്പം തന്നെ ഫോർവേഡ് ചെയ്യും. നിങ്ങൾ പോയിട്ട് അവിടെ ACP കണ്ടാൽ മതി, കോളേജിലുള്ള ACP പോയി കണ്ടാൽ മതി എന്ന് പറയണേ. ഞങ്ങളിപ്പോൾ മനുഷ്യാവകാശത്തിന് കൊടുക്കാനുണ്ട്, ഞങ്ങൾക്ക് കളക്ടറെ കൊടുക്കാനുണ്ട്, DGPക്ക് ഉണ്ട്, ഇവർക്കൊക്കെ മന്ത്രിക്കുണ്ട്, എല്ലാവർക്കും ഞങ്ങൾ ഇത് കൊടുക്കുന്നുണ്ട്, പരാതി കൊടുക്കുന്നുണ്ട്. കൊലക്കുറ്റം തന്നെ ചുമത്തണോ? കൊലപാതകം തന്നെയാണല്ലോ ഇത് നടന്നത്. ഇപ്പോൾ നമുക്ക് പോണത് നമ്മളൊരു അഞ്ചനാ, നമ്മളെ കൂട്ടത്തിൽ നിന്ന് ഒരാളാ പോയത്. ആ അമ്മക്കും അച്ഛനും ആകെ ഒരു മോനാ ഉള്ളത്. ഒരവസ്ഥ നിങ്ങൾ കണ്ട്. ദൃശ്യ പുതിയടുത്ത് ചേരുന്നു. ദൃശ്യ, എന്തൊക്കെയാണ് പരാതിയിൽ? ആർക്കൊക്കെ പരാതി നൽകി? പോലീസ് അന്വേഷണം തുടങ്ങിയോ? ധന്യ, അല്പസമയം മുൻപാണ് ദീപകിന്റെ കുടുംബം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. ദീപകിന്റെ അമ്മ ഒപ്പിട്ട പരാതിയാണ് കമ്മീഷണർക്ക് കൈമാറിയിട്ടുള്ളത്. ഇനി കമ്മീഷണറെ കൂടാതെ തന്നെ ജില്ലാ കളക്ടർ, മുഖ്യമന്ത്രി, ഇതുകൂടാതെ DIG, മെഡിക്കൽ കോളേജ് പോലീസ് എന്നിവർക്ക് പരാതി കൈമാറും. എന്തായാലും ഈ കൊലക്കുറ്റം ചുമത്തണമെന്ന്, യുവതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് കുടുംബം ഇപ്പോൾ പരാതി കൈമാറിയിട്ടുള്ളത്. ഇത് കൊലപാതകം തന്നെയാണ്. ഈ യുവതി പ്രചരിപ്പിച്ച വീഡിയോയിൽ മനംനൊന്താണ് ഈ ദീപക് ആത്മഹത്യ ചെയ്തത്. അതുകൊണ്ട് തന്നെ യുവതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് കുടുംബം ഇപ്പോൾ പരാതി കൈമാറിയിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ നടപടികൾ ആവശ്യമുണ്ട് എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. കമ്മീഷണർ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ കൈക്കൊള്ളാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് കുടുംബം പ്രതികരിക്കുന്നു. ഇന്നലെയായിരുന്നു ദീപകിനെ വീട്ടിലെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ഒരു വീഡിയോ പ്രചരിച്ചതുമായി ബന്ധപ്പെട്ട് ഇയാൾ വലിയൊരു വിഷമത്തിലായിരുന്നു. പയ്യന്നൂരിൽ വെച്ച് ബസ്സിൽ വെച്ചുണ്ടായ ഒരു സംഭവമായിരുന്നു. യുവതിയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കി എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞായിരുന്നു ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നത്. ഇത് കണ്ട ദീപകിന് വലിയ മനോവിഷമം ഉണ്ടായി. ഇതിന് പിന്നാലെയാണ് ദീപക് ആത്മഹത്യ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് പരാതിയിൽ പറയുന്നത്. ഇതിനെ സംബന്ധിച്ച് യുവതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തി കേസെടുക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ധന്യ. ശരി ദൃശ്യ.